ഞാൻ ചുരുക്കി പറയാം, ജയ്ക്ക് എല്ലാം ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു ആക്രമണം നടത്തണമെന്നാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ സഭ കത്തോലിക്കർ ഇവിടെ ഇന്ത്യയെ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ കാണുന്നല്ലേ, കഴിഞ്ഞ ദിവസം ഇവിടെ ആഫ്രിക്കയിൽ ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം ആഫ്രിക്കയിലാണ്. കഴിഞ്ഞ ദിവസം 30 പേരെയാണ് ഒരു ഗ്രാമത്തിൽ പോയി അവിടെയുള്ള തീവ്രവാദികൾ വെടിവെച്ചു വന്നത്. ക്രിസ്ത്യാനികളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ശേഷം റോമാ സാമ്രാജ്യത്തിൽ അവിടെ തിളച്ച എണ്ണയിലേക്ക് ക്രിസ്ത്യാനികളെ അവിടെ മുക്കി ചുട്ട് കരിച്ചു കൊന്നപ്പോൾ, വറുത്ത് കൊന്നപ്പോൾ അവിടെ പോലും ക്രിസ്ത്യാനികൾ ശക്തമായ രീതിയിലുള്ള മറ്റു രീതിയിലുള്ള അക്രമ പ്രതികരണമല്ല അവിടെ ഉണ്ടായത്. അവിടെയും പ്രാർത്ഥനയിലൂടെ ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തുകയാണ് അവിടെ നടന്നത്. ഇന്ന് ആഫ്രിക്കയിൽ നടക്കുന്നത് തന്നെയാണ്. ലോകത്തിലെല്ലായിടത്തും ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന സഭ ക്രൈസ്തവ സഭയാണ്. അവിടെ ഒന്നും ക്രൈസ്തവര് ഒരു വളരെ വളരെ അക്രമപരമായിട്ടുള്ള പ്രതികരണമില്ല. എവിടെയും പ്രാർത്ഥനയിലൂടെ, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ തന്നെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പ്രതികരിക്കേണ്ട രീതി പ്രതികരിച്ചു. മണിപ്പൂർ വിഷയം ഉണ്ടായപ്പോൾ ഏറ്റവും അധികം പ്രതികരിച്ച അതാണ് കത്തോലിക്ക കോൺഗ്രസ്സാണ് കേരളത്തിൽ ഏറ്റവും പ്രതികരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചു. കേരളത്തിൽ ഈ പറയുന്ന കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടും ശ്മശാന തർക്കവുമായി ബന്ധപ്പെട്ടും പാതിരിമാരും വിശ്വാസികളും എല്ലാം തെക്ക് വടക്ക് ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതും തല്ലുകൊള്ളുന്നതും തല്ലു കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയല്ല. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട വേണോ? നിങ്ങൾ മറ്റേ ആ വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വേറെ വിഷയങ്ങൾ ഇങ്ങോട്ട് വരുത്തണ്ട, അത് നമുക്ക് മോശമാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നേരിടുന്നത്. അത് ആ പ്രാർത്ഥനയിലൂടെ തന്നെ പരിഹാരം ഉണ്ടാകുന്നുള്ള 100% വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആർക്കെതിരായിട്ടും പ്രതികരിക്കാൻ ഒരു മടിയില്ല. ജെയ്ക്ക് അങ്ങനെ തെറ്റിദ്ധരും. വേണുവിനും എൻ്റെ സുഹൃത്ത് വേണുവിനോടും പറയാമല്ലോ, നമുക്ക് അങ്ങനത്തെ ആ മുട്ടടിക്കേണ്ട ഒരാവശ്യം ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെ ഒരു ധാരണ പരത്തരുത്, ഞങ്ങൾക്ക് ചിന്തയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്, അതിനെ മോശമായി കാണുന്നില്ല. പക്ഷേ പ്രാർത്ഥനയും ദീപിക ഇറക്കലുമായി ആണ് തുടർന്ന് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നാളെയും ഈ പറയുന്ന പ്രീതി മേരിയെ പോലെയുള്ള വന്ദന ഫ്രാൻസിസിനെയൊക്കെ പോലെയുള്ള ഒരു സെക്കൻഡ് കന്യാസ്ത്രീകൾക്ക് ജ്യോതി ശർമ്മയുടെ അടി വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ കാര്യം ആലോചിക്കുക. വളരെയധികം നന്ദി.